നമ്മുടെ സാധനങ്ങളൊക്കെ ഒതുക്കി സ്റ്റാർട്ടായി ഞങ്ങള് വേഗം ഒരു പെട്ടിയൊക്കെ ഒതുക്കി സെറ്റ് ചെയ്ത് വെച്ചോട്ടാ. കുപ്പികള്, സാധനങ്ങള്, പിന്നെ നമ്മുടെ പൊട്ടണ പോലത്തെ ഐറ്റംസുകളൊക്കെ ഉള്ളത് കിച്ചണിലുണ്ടാവുന്നതൊക്കെ എല്ലാ വട്ടം ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോവാ. ഇതേപോലെ തന്നെ ഞങ്ങള് മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മറ്റേ മൂവാൻ പാക്കറ്റ്സ് വരുന്നു. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇനി ഇറക്കി അതൊക്കെ ഇറക്കി ഇതിനുള്ളിലൊന്നും നമ്മളൊന്നും എടുക്കണമല്ല, ഇപ്പോഴൊന്നും എടുക്കണമല്ല. നമ്മൾ അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഒതുക്കി റാക്കിലേക്ക് വെച്ചേക്കണത്. അപ്പൊ ഇതൊക്കെ നേരെ പെട്ടി ഇറക്കി നേരെ കയറ്റിയ പരിപാടി കഴിഞ്ഞു. കുറച്ച് പെയിന്റിങ്സ്, ഇനി ഷോക്കേസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇട്ട് ആ ചാക്കും ഇടുന്നു. ഇപ്പൊ കാണിക്കണം തുടങ്ങിയിട്ട് അപ്പൊ ഇനി കാണിക്കുന്ന വീഡിയോയില് സാധന സാമഗ്രികളൊക്കെ ചിലപ്പോ വെറുതെ എടുക്കായിരിക്കും. അപ്പോ നമ്മള് താക്കോല് കിട്ടി അവിടെ എല്ലാം ക്ലീൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങൾ വിച്ചുവിന് മുടക്കുണ്ടാവില്ല, സൺഡേയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് എല്ലാ സാധനങ്ങളും മാറ്റി പറ്റാവുന്ന അത്രയും മാറ്റി ഒതുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇതൊക്കെ പിന്നെ ഞങ്ങള് കാറിന്റെ പുറകിലിട്ടിട്ട് അപ്പനെ അവിടെ കൊണ്ട് അതേപോലെ തന്നെ കബോർഡുകളിൽ ഇഷ്ടം പോലെ കബോർഡ് ഉണ്ടായിരിക്കും കയറ്റുള്ളൂ. ഇനി കുറച്ച് ഷോക്കേസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അത് പൊട്ടാണ്ട് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ അതിങ്ങനെ തുണികളിൽ ഞാൻ വെറുതെ തുണികൾ കൊണ്ടുപോകുന്നതിന് പകരം അതിലിങ്ങനെ അങ്ങനെ തന്നെയാണ് നമ്മള് കുറെ കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പൊ അത് ഷോക്കേസ് ഐറ്റംസ് ഒക്കെ എടുക്കാൻ പോകാനുണ്ട്. അപ്പൊ വിച്ചത് എടുത്തുകൊണ്ടുവരും. അപ്പൊ ഞാൻ ഇങ്ങനെ തുണികളിൽ മടക്കി പറക്കി വെക്കും. ഇവിടെ മുകളിലൊക്കെ നമ്മള് കാര്യമാക്കിയിട്ട് ഇവിടത്തൊക്കെ നമ്മൾ ഉണ്ടാകുന്നതൊക്കെയാണ് സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ അതേപോലെ ആ റാക്കിനുള്ളിൽ ഉണ്ടാകുന്നത്, ഈ റാക്കിനുള്ളിൽ ഉണ്ടാകുന്നത്, ഈ സെറ്റിൽ ഉണ്ടാകുന്നതൊക്കെ എടുത്തു. ഇനി ഞങ്ങൾക്ക് ഇനി ഒരു 1 വീക്കും കൂടി ഞങ്ങൾക്ക് എന്താ പറയാ ഇവിടെ നമ്മൾ ഉണ്ടാവും. അയ്യോ ചോറ് അപ്പൊ ആ 1 വീക്ക് ഉണ്ടാവണോണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കൂടെ ആവശ്യമാണ്. അതെ, ഇതൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാ മുകളിൽ വെച്ചാൽ അങ്ങനെ തന്നെ ഇറക്കിയാൽ മതി. അതേപോലെ ഇതൊക്കെയാണ് നമുക്ക് കയറ്റണ്ടു. പാത്രങ്ങളും ഡ്രസ്സുകളും മാത്രം വെക്കും. അതെ, അപ്പൊ പഠിക്കാണ്. അപ്പൊ ആദ്യം അവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യം ഇത്ര നേരം ആദ്യം ഒരു 2 ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ടാക്കി. അതെ, അവൻ വന്നു, അവൻ ഇടയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കി, ചാടി നിന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓടി വന്ന് സാധനങ്ങളൊക്കെ പറക്കിയിട്ട് 2 ഗ്ലാസ്. അപ്പൊ എന്താ പറയാ, അങ്ങനെ നമ്മൾ ഈ പാക്കിങ് ഈ ഷോക്കേസ് ഐറ്റംസ് കൂടി കഴിഞ്ഞാൽ പൊട്ടണമൊക്കെ കഴിഞ്ഞു. അപ്പൊ അതങ്ങനെ ആദ്യം ചെയ്യാന്ന് കരുതി. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് മുകളിൽ ഇപ്പോഴും ഉപയോഗിക്കാത്തത് ഇറക്കി നേരെ കൊണ്ടു. പിന്നെ നമുക്ക് പിന്നെ എളുപ്പമല്ല. നമ്മുടെ ഈ സാധനങ്ങളില്ലേ ചില്ലി, ഇങ്ങനത്തെ സാധനങ്ങള് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് അങ്ങനെ സാധനങ്ങളൊക്കെയാണ് വേഗം കൊണ്ടുപോകേണ്ടത്. പിന്നെ നമ്മുടെ ഇതിങ്ങനത്തെ മുകളിലിരിക്കണത് ഞങ്ങള് ഫസ്റ്റ് തന്നെ ഞങ്ങള് 2 ഹിന്ദു മറ്റേ എന്താ ശിവനും പാർവതി ഗണപതി മാതാവോ സബിതാവ് യേശുവിനും കൊണ്ടുവച്ചു. പിന്നെ അരി നമ്മള് അരി വെളിച്ചെണ്ണയും ഉപ്പും നമ്മൾ ആദ്യം കൊണ്ടുവച്ചു. പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കുറച്ച് സാധനങ്ങളോടൊക്കെ കിച്ചണിൽ കുറച്ച് സാധനങ്ങളൊക്കെ ചാക്കിലാക്കിയിട്ടുണ്ട്. പിന്നെ എവിടെയും കിച്ചണിൽ കുറച്ച് സാധനങ്ങളൊക്കെ ചാക്കിലാക്കി. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വെച്ചിരിക്കുക കേട്ടോ.
അത്യാവശ്യം വേണ്ടത് മാത്രം ബാക്കിയൊക്കെ നമ്മളിങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡ്രസ്സുകൾ അലമാരിയിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ എല്ലാ റൂമിൽ നിന്നും ഒക്കെ എല്ലാവരും ഒരുമിച്ച് പെട്ടിയിലൊന്നും പാക്ക് ചെയ്യാണ്ടേ അടുത്തേക്ക് തന്നെയല്ല ഷിഫ്റ്റ് ആവണം. അപ്പോൾ ഇങ്ങനെ ഭാണ്ഡം കെട്ടി കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടാനുള്ള കുറച്ച് ഡ്രസ്സ് 2 ദിവസത്തേക്കുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കി ഇങ്ങനെ ഭാണ്ഡം എല്ലാതും കെട്ടി കൊണ്ടുപോകും. അപ്പോൾ അത് എളുപ്പം. അത് അങ്ങനെ തന്നെ കാറിൽ തൊട്ടായതുകൊണ്ട് നമുക്ക് പാക്കിംഗ് ഒന്നും വേണ്ടല്ലോ. കാറിലിട്ട് അവിടെ കൊണ്ടുപോയി അവിടെ കബോർഡുകളിലൊക്കെ വെച്ച് സൗകര്യാർത്ഥം നമുക്ക് മടക്കി കൊടുത്ത് വെക്കാം. അങ്ങനെ ഇനി ഇവിടെ ഫ്രിഡ്ജും ടി വിയും ഒക്കെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മാത്രം വെച്ചിരിക്കുന്നത്. പെട്ടികളിൽ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത് മാത്രം, കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ. ബാക്കിയൊക്കെ നമ്മളൊരു ഇതൊക്കെ വെച്ച് നമ്മൾ മറ്റേ ഷോക്കേസ് ഇതുകളൊക്കെ ഇളക്കി ഊരിയെടുത്തു. സ്റ്റാൻഡുകളൊക്കെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ആക്കണം. 11:15 വൈകുന്നേരം അപ്പൂസ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ചാർലിക്ക് ചെമ്പന് കൂട്ട് കൊടുക്കുക. ആദ്യം ഉറങ്ങി. അപ്പോൾ വിച്ച് ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് കുറച്ച് സമയമായിട്ടുള്ളൂ. ഞാൻ പതുക്കെ പറയണത് ആദീസ് എണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ സിയും പിന്നെ കമ്പ്യൂട്ടറും അതൊക്കെ നെറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഷിഫ്റ്റ് ആക്കാനൊക്കെ ആയിട്ട് അവർ 2 ദിവസം കഴിഞ്ഞാൽ വരും. അപ്പോൾ അതൊക്കെ ഷിഫ്റ്റ് ആവും. പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച അപ്പൂൻ്റെ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എക്സാം പിന്നെ ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച വരും. അതെ, വേറെ ടൈം കിട്ടില്ല. വിച്ചുവിന് മുടക്കും വരില്ല. നൈറ്റ് വരുന്ന സമയം വരുന്ന അപ്പോൾ ഒന്നും പറ്റില്ല. അപ്പോൾ അവൻ വരുമ്പോഴേക്കും ഞാനിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ചാക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കും. ഈ സ്റ്റഡി ടേബിൾ സാധനങ്ങളൊക്കെ അവൻ്റെ ഈ വെള്ളിയാഴ്ച അവന് എക്സാം ഉണ്ട്. അത് കഴിയുമ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് എടുത്തിട്ട് അവിടെ കറക്റ്റ് അതുപോലെ തന്നെ ചെയ്യണം. ബാക്കി എക്സാമും മൺഡേ ട്യൂസ്ഡേ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഷോക്കേസ് ഐറ്റംസ് അങ്ങനെ കുറച്ച് കിച്ചൺ ഐറ്റംസ് ഒക്കെ അങ്ങനെ 2 ദിവസങ്ങളിൽ ഇതുപോലെയൊക്കെ തന്നെ എടുത്ത് വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോയായിരുന്നു. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൈ കാണിച്ചു നമ്മൾ പെട്ടെന്ന് പാക്ക് ചെയ്യണത്. ഞങ്ങൾ വിചാരിക്കും എല്ലാ സാധനങ്ങളും ഇങ്ങനെ കാണിക്കാമെന്ന്. പക്ഷെ എല്ലാം പെട്ടെന്ന് ഒതുക്കുമ്പോൾ ചാക്കിൽ വയലിലേക്ക് ഇടുമ്പോൾ അതെടുക്ക് വെച്ചു അത് ദൂരം പറയുമ്പോൾ അതിന് പോവും. അപ്പോൾ ഇതെടുത്ത് ഇതിലേക്ക് വയലിക്കിടും. അപ്പോൾ എടുക്കാൻ ആളില്ല, നമ്മൾ എടുക്കാനും വിട്ടിരുന്നു. അല്ല, എടുക്കാൻ വിടാന്നുണ്ടെങ്കിൽ നമ്മളെ ആദ്യം പതുക്കെ അവിടെ എവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോ പതുക്കെ വേഗം പോയിട്ട് ഓരോരോ സാധനങ്ങൾ എണീറ്റിരിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെ അന്ന് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ 3 ഗ്ലാസ് ആള് ചാടി പൊട്ടിച്ചു. ചാടി കളിച്ച് നമ്മൾ ഒതുക്കണത്. ഇപ്പൊ ഇത് തന്നെ ഞാൻ ചെയ്യുമ്പോ അവന് എത്ര തവണ വന്നിട്ട് വലിച്ചു കയറ്റും. അവൻ വീടാൻ വെല്ലിക്ക് വയ്ക്കാൻ ഞാൻ വീട്. പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഒതുക്കുന്ന അവൻ കളിക്കാൻ വേണ്ടിട്ട് പറക്കി വെക്കും. അപ്പൊ അത് കാരണം നമ്മള് അങ്ങനെ കുറച്ച് വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും നമ്മള് നടക്കാണ് നമ്മള്. അപ്പൊ ഞാനൊരു ഡെയിലി ഷിഫ്റ്റിങ്ങിന്റെ വീഡിയോകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ചൊക്കെ നമ്മള് അപ്പൊ നമ്മള് വീട് ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചിട്ടില്ല. ഞങ്ങൾ അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങള് ബാഗുകളൊക്കെ വെച്ച് കുറച്ച് ഫിറ്റിങ്സ് ഒക്കെ ചെയ്ത് പിന്നെ നമ്മൾ വേഗം തിരിച്ചു വരും. അപ്പൊ ഇനി അതൊക്കെ നമ്മൾ കാണിക്കും. എങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഷിഫ്റ്റിങ്ങിന്റെ ഭാഗങ്ങളിൽ ഇപ്പൊ അധികം പറയലൊന്നും ഉണ്ടാവില്ല. അല്ല, ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് എല്ലാ നിങ്ങൾക്ക് കണ്ട ചിലപ്പോ മനസ്സിലാവില്ല കേട്ടോ എത്രയൊക്കെ സാധനങ്ങൾ മാറ്റി എന്നുള്ളത്. കാരണം ഇവിടെ നേരത്തെ കിടക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഫർണിച്ചറുകളും നമ്മളിപ്പോ മാറ്റില്ല, അതിനെ വിളിച്ചിട്ടല്ലേ പറ്റുള്ളൂ. അല്ലാത്ത ഐറ്റംസ് സാധനങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മള് ഓരോ കൊല്ലം ഓരോ സ്ഥലത്തായിരിക്കും. കറക്റ്റ് ഈ മാസം മാർച്ച് അവസാനം വിഷു അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലായിടത്തും അടുത്ത ഷിഫ്റ്റിംഗ് ശരിക്കും ഇവിടെ നിന്നൊന്നും ഈ വർഷം എവിടെയാണ് എന്താണ് ഏതാണെന്നൊക്കെ നമ്മൾ വഴിക്ക് പറയാം. അല്ല, ഈ വർഷം നമ്മൾ അപ്പൊ ഇവിടുത്തെ വേറെ പണിതിട്ട് അങ്ങനെ നോക്കണം. അപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ ബാക്കി നോക്കാം. നമുക്കിപ്പോൾ ഇടാനുള്ള തുണികൾ മാത്രം അവിടെ വെച്ചുള്ളൂ അല്ലേ. ബാക്കി എല്ലാ തുണികളും ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ വേഗം ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. വെച്ചത്
സ്റ്റാൻഡുകൾ എല്ലാം ഇപ്പോൾ ഈ റൂമിൽ മാത്രം തന്നെയാണല്ലോ, ബാക്കിയെല്ലാം പോയി. ഇനി പിന്നെ ഫ്രണ്ടിൽ ചെടി വെച്ചിട്ടുള്ളതും അങ്ങനെ ചെറിയ ഇതാണ്. ഈ അലമാര ഭയങ്കര വെയിറ്റാ. ഇതൊക്കെ സീറ്റ് മറിച്ചിട്ടൊക്കെ കയറ്റാളെ കയറ്റിയിട്ട് ഞാൻ ഇരുന്നിട്ട് എൻ്റെ മടിയിൽ കാലിൻ്റെ അടിയിലൊക്കെ വെക്കാനുള്ള സാധനങ്ങളൊക്കെ വെക്കണം. അപ്പൂൻ്റെ ജിമ്മിൻ്റെ സാധനങ്ങൾ എടുക്കണം. അതെ. പിന്നെ എനിക്ക് പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിൽക്കുന്ന കുറച്ച് ചെടികൾ കൂടി എടുത്ത് കൈ പിടിക്കാൻ ആഗ്രഹമുണ്ട്. അതാദ്യം ബാക്കിലെല്ലാം സാധനം വെച്ച് നോട്ടെ. ശേഷം അതെ, അടിച്ചുകൂട്ട് എണീക്കാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ മതിയായിരുന്നു. ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചു സ്ക്രൂ ഡ്രൈവർ. അപ്പോൾ ഇവിടെ കത്തി വെച്ചിട്ടപ്പോൾ ചെയ്തു എല്ലാ ടൂൾ ബോക്സിൽ സാധനങ്ങളുണ്ട്. അത് ഒരുമിച്ച് ഡബിൾ ടേപ്പ് എടുക്കാൻ വന്നപ്പോൾ അവിടെ കൊണ്ടുവച്ചു. ഇനി ഇതൊക്കെ കട്ടിലും ഇതൊക്കെ ഊരാനായിട്ട് ആവശ്യമുള്ളതാണ്. ചിമ്പൊന്നും ഒരു സംഭവം ചിമ്പിന് മനസ്സിലായിട്ടുണ്ട്. എവിടേക്കോ സ്ഥലം വിടുകയാണെന്ന് അല്ലേ, എവിടേക്കാന്ന് മനസ്സിലാവില്ല. ഒരു ടാറ്റ പോകാണെന്ന് മനസ്സിലായില്ല. ചിമ്പുകുട്ട കാറ് സ്റ്റാർട്ടാകുമ്പോ അപ്പൊ ഒരു കരച്ചില. വെച്ചു വന്ന് ഞങ്ങളതേ ഫുഡ് കഴിച്ചു. ആദ്യം ഫുഡ് കൊടുത്തു, അതിനതേ ഉറക്കിയത്. ഇപ്പൊ ഉറങ്ങിയുള്ളവൻ അപ്പൊ പിന്നെ ഉറങ്ങാണ്ട് നടക്കും. അപ്പൊ അപ്പൂസ് അവൻ്റെ അടുത്ത് ഇരുന്നോളൂ. എന്താ കല്യാണം അപ്പൂസിന് എക്സാം ആവാൻ എത്ര നേരം ഓരോന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു കുറച്ച് സമയത്തേക്ക്. അവൻ്റെ അടുത്ത് ഇപ്പം ഞാൻ പഠിച്ചോളാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഉണ്ണീരുടെ അടുത്തിരുന്നോളാൻ പറഞ്ഞു. ഉറക്കം വരുമ്പോൾ ഉറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ചെടികളൊക്കെ എന്നെ കൊണ്ടുപോകണം. അതൊക്കെ ലാസ്റ്റ് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിനെ മാറ്റണം. നമ്മൾ ഇവിടുത്തെ യേശുവിൻ്റെയും കൃഷ്ണൻ്റെയും ഫോട്ടോ സ്റ്റാച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുമ്പോഴെടുക്കാന്ന് വെച്ചു. ചാലി ചാലി ചാച്ചലി ചാലി സ്റ്റാൻഡുകൾ. നേരം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു മനുഷ്യനാണ്. എളുപ്പമല്ല. എൻ്റെ റാണി മേമ പറയണ പോലെ എളുപ്പമല്ല. അപ്പതേ പൊന്നുൻ്റെ ചെടികളും സംഭവങ്ങളൊക്കെ ഇറക്കി. അതെ, എല്ലാം കൊണ്ടുണ്ടപ്പോ ചെറിയ ഹാങ്ങിങ് അതെ. അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോ. ചാലിപ്പാൻ എന്തൊരു തിന്നാണോ നീ? സ്വന്തം കാല് തന്നെ തിന്നാണോടോ? സിറ്റ്. ഗുഡ് ബോയ് ചാർലി. ഒരാളിരിക്കുന്നുണ്ടോ അവിടെ? ആളവിടെ ഫുൾ വാച്ചിങ് ആണ്. അവിടെ എന്താ നടക്കണേ, എന്തുട്ടാ നോക്കണേ,
എന്ത് കാര്യങ്ങളവിടെ ചെയ്യണേ എന്നൊക്കെ നോക്കിയിട്ടിരിക്കണേ. ചാലി ഷിറ്റ് 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 ഗുഡ് ബൈ ഷിറ്റ് ഗുഡ് ബൈ ചാർലി 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 പെൻ. അപ്പൂസ് പഠനം. എല്ലാം എടുത്താ എൻ്റെ പൊന്നി എല്ലാം ഒരുമിച്ച. കുന്തം കുടച്ചക്രവും ആ തെങ്ങോ മരങ്ങാനും പറിച്ചെടുക്ക്. എന്നിട്ട് അപ്പോൾ ഗൈസ് ഞങ്ങൾ കാറിലെ എല്ലാ സാധനങ്ങളും വെച്ചു. പൊന്നപ്പൻ ചായ കുടിക്കാൻ പോകുന്നു. ചായ ഇല്ലല്ലേ? അതെ, ഒരു കപ്പ് ചായ. കുറച്ച് ചായ കുടിച്ചു. ഉഷാർ. പോവാം. ആദിയുടെ ഓരോ വാട്ടർ ബോട്ടിൽ ഓടിയാണ് എടുക്കണേ. ചെടിച്ചെടിക്കട എത്തുമ്പോ ഞാൻ മേടിക്കാൻ പറയുമ്പോഴും വണ്ടി പറിക്കാൻ സ്ഥലം പറഞ്ഞത് വീട്ടിലെത്തി നിനക്ക് പറയുന്നില്ലെന്ന് പറയും. പിന്നീടാണ് ഞാൻ അങ്ങനെ നടന്നോ കഴുത്തിലും പറ്റില്ലേ? ആ സാധനം തലയിൽ ഇടിച്ചിടിച്ചിടിച്ച് ഇവിടെ നിൽക്കാൻ പറ്റാണ്ട്. ഓഹോ, ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒതുക്കിയിട്ടുള്ളത് നിൽക്കണേ. നിന്റെ തലയിൽ തട്ടണ്ടാവില്ല ഇത്. ഞങ്ങള് ഭാഗ്യേ സ്വന്തമായിട്ട് ചെയ്യുന്നോട്ടെ. ആ സ്വന്തമായിട്ട് ചെയ്യടി, ആരുടെ സഹായം വേണ്ടല്ലോ. ഇതെല്ലാം പറഞ്ഞ ഞാൻ അവിടെ കബോർഡുകൾ ഇങ്ങനത്തെ കബോർഡ് ഹൈറ്റ് എന്റെ ഹൈറ്റ് എത്ര എല്ലാത്തിനും അവരുടെ പൂവല്ലേ മക്കളെ പുതിയ വീട്ടിച്ച് പോണ്ടേ. എല്ലാത്തിനും വെള്ളം അവരത്രയും നാട് നിന്ന വെള്ളം മുഴുവൻ കളയാൻ പാടില്ല നമ്മൾ. അപ്പൊ അവരുടെ ആത്മോസ്ഫിയർ മാറുന്നത് അവർക്ക് മാനസികമായി ഒരു തളരും വളരില്ല. സത്യം എനിക്ക് അങ്ങനെ തോന്നും. ഞാൻ എല്ലാത്തിനും എന്റെ പിതാവേ കൂർക്ക ഈ വീട്ടിൽ നിന്ന് ലാസ്റ്റ് മുമ്പ് ഞങ്ങൾ നൊയമ്പ് എടുത്തുകാണ് കേട്ടോ. 50 നൊയമ്പ് എല്ലാവരും. അപ്പൊ ആദ്യം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പുറകെ ഞാൻ എടുക്കുന്നു. പിന്നെ അപ്പൊ വിച്ച കൊടുക്കുന്നു. ആദ്യസിനെ ഞങ്ങൾ നൊയമ്പ് നോക്കണേ. കാരണം അവ സ്കൂളിൽ വന്ന് കേക്കൊക്കെ കിട്ടുമ്പോ അതിലെന്തായാലും മുട്ടയില്ല. ഞങ്ങൾ മുട്ടയ്ക്ക് കിട്ടുന്നില്ല. മുട്ടയ്ക്ക് നല്ല എല്ലാത്തിനും ഇറച്ചി മീനും മുട്ടയ്ക്ക് ചിലർ മുട്ടയ്ക്ക് എടുക്കുന്നില്ല. അങ്ങനെ ഫുൾ വാട്ടർ ബോട്ടിലുമായി ഞാൻ ചെടികളുമായി പോവാണ്. സുകുമാരിക്ക് പണ്ടിരിക്കുന്നില്ലേ അല്ല എന്ത് എക്സ്ക്യൂസ് എന്ന് പറയും. അതുപോലെ സൂപ്പർ പോകാം.
ഇതിന്റെ മടിയിൽ വെച്ചാൽ ഇതിനെ എടുക്കണം. ഇത് ഭയങ്കര സങ്കടമാവില്ല. എല്ലാവരുടെ അറ്റ ഇതിനെ കൊണ്ടുപോകാൻ ടൂറും സ്കൂളിൽ ഒരു കുട്ടി പോകാൻ അതിന് പ്രശ്നമാണ്. ഇതെന്തത് കാട പറക്കും തളിക ഇത് മനുഷ്യരെ കറക്ക് ഷീനജി ആദ്യം തമ്പച്ചമാർ കൊണ്ടുവയ്ക്കുന്ന ഇവിടെ ഉണ്ട് കാവൽ ചിമ്പൻ. കാവല് നമ്മള് മേലെ കയറി നിൽക്കും. ഒന്നുമില്ല, താഴെ ചാറില് മുകളില് ചിമ്പു. അപ്പൊ ഞങ്ങള് പോവാണ് ഗൈസ്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ട് പോകും. നാളെ നമ്മൾ പോവാണ് ഗൈസ്. അല്ല നമ്മളെ പോലത്തെ കുറെ ആൾക്കാരുണ്ടാവും. ജോലി കഴിഞ്ഞ് ലേറ്റായി വരണമല്ലോ വീട്ടില്. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങള് നമ്മുടെ പള്ളി തന്നെയാ വരിക കേട്ടോ. പിന്നെ എന്താ പറയാ, നമ്മളുടെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ പോകുന്നത്, അവിടെ ഇത്ര സ്പേസ് ഉണ്ടായിരുന്നു. ഒരുപാട് പുതിയ വിശേഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീഡിയോസ് നിങ്ങൾ വ്ളോഗുകള് ഷോർട്സ് മാത്രമല്ല, ഷോർട്സ് നിങ്ങൾ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം ഒക്കെ. അതുപോലെ തന്നെ വീഡിയോസ് ഇപ്പോൾ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വിശേഷങ്ങളൊക്കെ അതിലാണ് കാണുക. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു പോകുക. അപ്പോൾ ചിലർ കമൻസിൽ വരുമ്പോൾ അയ്യോ അപ്പോൾ എപ്പോഴാണ് വന്നേ നാട്ടിൽ അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ പലരും ചില വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് സ്കിപ്പായി പോയിണ്ടാവും അവർക്ക് അതൊക്കെ. അപ്പോൾ എന്താ ഞങ്ങളുടെ വീടെത്തി. ഞങ്ങൾ വീടൊന്നും ഇപ്പോൾ കാണിക്കണില്ല, ഞങ്ങളത് പിന്നെ ഷിഫ്റ്റായി വന്നതിന് ശേഷം കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ഹോം ടൂറായിട്ട് തന്നെ ഞങ്ങൾ കാണിക്കാം. നമ്മളുടെ പുതിയ വീടിൻ്റെ ഒരു ഗേറ്റിന് മുന്നിൽ നമ്മളെത്തി ഗൈസ്. അപ്പം ഇത് തുറന്നു കൊടുക്കണം, അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളടുത്ത് പിന്നെയും പറയാനുള്ളത്, നമ്മളുടെ ഇൻസ്റ്റാഗ്രാം താടിയും പൊട്ടും ഒഫീഷ്യൽ, ഫേസ്ബുക്ക് താടിയും പൊട്ടും. പിന്നെ നമ്മളുടെ ചാനൽ എന്തെങ്കിലും സ്ട്രൈക്ക് ഏതെങ്കിലും തരത്തിൽ വരികയാണെങ്കിൽ നിങ്ങളെല്ലാവരും കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കണ പോലെ ഒരു താടിയും പൊട്ടും ടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എങ്ങനെ കോപ്പറേറ്റ് ഈ സോങ്ങുകൾക്കൊക്കെ കോപ്പറേറ്റ് കിട്ടുമ്പോഴേ അടുപ്പിച്ച് കുറച്ച് വന്ന് സ്ട്രൈക്ക് ആയി പോകും. അപ്പം പിന്നെ ഞങ്ങൾ ഒരെണ്ണം ആദ്യം മുതൽ തുടങ്ങലുണ്ടാവില്ല. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരെണ്ണത്തിൽ ഉണ്ടെങ്കിൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടില്ല, പക്ഷെ 4 ഏക ആവാറായി അത്. അതിൽ നമ്മളിങ്ങനെ ചെറിയ ഷോർട്സ് ഒക്കെ ഇടുന്നുള്ളൂ. ആദ്യം ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഇട്ടപ്പോൾ ഫസ്റ്റ് മന്ത് കൊണ്ട് തന്നെ നമ്മൾക്കത് മോണിറ്റൈസേഷൻ ആയി, എല്ലാവരും ആയി. പക്ഷെ പിന്നീട് അത് എഡിറ്റ് ചെയ്യണ ഫോൺ കേടായി, ആപ്പ് പോയി, പിന്നെ അതിന് മടിയായി, നേരം കിട്ടണില്ല. എന്നോട് ഇവർ പറയും പുതിയ അത് ചെയ്തതിനെ പറ്റി പറയും, അതിനെപ്പറ്റി ഞാൻ വീട്ടിൽ നിന്ന് എപ്പോഴും അഭിപ്രായങ്ങൾ പറയും ന്യൂസ് കേൾക്കുമ്പോൾ. അത് വീഡിയോ ചെയ്യുന്നത് ഒരു മടി, സമയം കിട്ടണില്ല. അപ്പോൾ എന്താ പറയുക, അപ്പം നിങ്ങൾ ഇനി നമ്മളുടെ വിശേഷങ്ങൾ പുതിയ വീടിൻ്റെ ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്കൊരു നഴല് പോലെ ബാക്കിൽ കാണുന്നുണ്ടാവുള്ളൂ.
അപ്പൊ അതൊക്കെ അറിയാനും ഇതാണ് നല്ല സൈഡില് മതിലിന്റെ കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മളിപ്പോ ഇത്ര സമയം എന്നറിയില്ല. ഞങ്ങൾ തിരിച്ചു മുമ്പിനി പോലെ അടച്ചാവും. ബൊക്കോടെ പറക്കി കെട്ടി പറക്കി വെക്കണം. ഇനിയിപ്പോ വിച്ചു ഓഫീസിൽ പോയാലും എനിക്ക് പകല് വന്നിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇവൻ ഫിറ്റിങ്സ് ചെയ്യണ സാധനങ്ങളും അവരുടെ മുകളിൽ വെക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു തരും. അപ്പൊ അങ്ങനെയാണ് വിശേഷം. ഓക്കെ, അപ്പൊ നാളെ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. Coming with a new video, new house, new ambience, new location. Bye bye.